അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ ജനങ്ങൾ പരലോകത്തേക്ക് കടന്നു വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സ്വഹാബാ, ഉമ്മ പ്രസവിച്ചിട്ടതുപോലെയാണ് നാളെ പരലോകത്തേക്ക് എഴുന്നേറ്റ് വരുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് പറയുകയാണ്, ആയിഷ, നാളെ പരലോകത്ത് കടന്നു വരുമ്പോൾ ആണുങ്ങളും പെണ്ണുങ്ങളും നഗ്നരായിട്ടാണ് കടന്നു വരുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അപ്പോൾ അവർ പരസ്പരം ഔറത്ത് കാണില്ലേ നബിയേ? ആണുങ്ങളും പെണ്ണുങ്ങളും ഉടുതുണിയില്ലാതെ നാളെ പടച്ചുറപ്പിന്റെ പരലോകത്തേക്ക് ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസം ഔറത്തുകൾ പരസ്പരം കാണാറില്ലേ? അല്ലാഹുവിന്റെ പ്രവാചകനോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ മഹ്ദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് ചോദിക്കുന്നു, ആയിഷ, അത് പരലോകമാണ് ആയിഷ. അല്ലാഹുവിന്റെ പരലോകമുണ്ടല്ലോ, ആ പരലോകത്ത് വെച്ച് ഉടുതുണിയില്ലാതെ സുന്ദരിയായ ഒരു പെണ്ണ് നിന്റെ കണ്ണിന്റെ മുന്നിലൂടെ നടന്നു പോയാൽ ഒരാണിനും കണ്ണൊന്ന് തുറന്നൊന്ന് നോക്കാൻ, ആ തലവൊന്ന് ഉയർത്തി നോക്കാൻ ഒരാണിനോ ഒരു പെണ്ണിനോ കഴിയാത്ത ദിവസമാണ് പരലോകമെന്ന് മുത്തുനബി അവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും നാളെ നഗ്നരായിട്ട് പടച്ചറപ്പിന്റെ ഭയാനകമായ കോടതിയുണ്ടല്ലോ, ആ കോടതിയിൽ അല്ലാഹുവിന്റെ മഹ്ശറയിൽ എല്ലാവരും നഗ്നരായിട്ടാണ് കടന്നു വരുന്നത്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, പല പല രീതികളിലാണ് ജനങ്ങൾ കടന്നു വരുന്നത്. എന്റെ ഉമ്മത്ത് കടന്നു വരുന്നത് 41 കോലത്തിലാ. പട്ടിയുടെ കോലത്തില്, പന്നിയുടെ കോലത്തില്, കഴുതയുടെ രൂപത്തില്, പേപ്പട്ടിയെ പോലെ വരുന്നവർ, നടന്നു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗിയെ പോലെ വരുന്നവർ, ഇതുപോലെ പല പല വിഭാഗങ്ങളാണ് ജനങ്ങൾ കടന്നു വരുന്നത്. അങ്ങനെ എല്ലാവരും നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് ഉടുതുണിയില്ലാതെ പേടിച്ച് വിറച്ചുകൊണ്ട്, എല്ലാവരും ഭയന്ന് വിറച്ചുകൊണ്ട് അല്ലാഹുവിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ, സഹാബാ എന്ന് വരുമ്പോ ജനങ്ങൾ അവരെ അത്ഭുതത്തോടുകൂടി നോക്കുകയാണ്. ആരാണ് പടച്ചവര്? ഈ വരുന്നവരാരാണല്ലാ? ജനങ്ങൾ ഇങ്ങനെ അത്ഭുതത്തോടുകൂടി നോക്കുകയാണ്. കാരണം എന്തെന്നറിയുമോ? സ്വഹൗറത്ത് മറച്ചുകൊണ്ടാണ് കിടന്ന, ഔറത്തുകൾ മറച്ചിട്ടുണ്ട്. അവര് പടച്ചവനെ വല്ലാത്ത പേടിയില്ലാതെയാണ് കടന്നു വരുന്നത്. നാളെ ഔറത്ത് മറച്ചുകൊണ്ട് പടച്ചുറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ സ്വഹാബികൾ ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ആരാണ് നബിയേ? ആരാണ് സഹായിക്കാത്ത, ഒരു മനുഷ്യനും കണ്ട പരിചയം കാണിക്കാത്ത, ഒരാൾ പോലും തല ഉയർത്താൻ പേടിച്ചു പോകുന്ന ആ ഭയാനകമായ ദിവസത്തില് അതാ പുറത്ത് മറച്ചുകൊണ്ട് കടന്നു വരുന്ന ആ ഭാഗ്യവാന്മാരാരാ? അല്ലാഹുവിന്റെ പ്രവാചകനോട് സഹാബത്ത് അവിടെന്ന് ചോദിക്കുമ്പോ റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുകയാണ്, സഹാബാ, അവരാരെന്നറിയുമോ? അവരാരെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലർക്കും ആ വിഭാഗത്തിൽ പെടാൻ കഴിയും. പലർക്കും, ഈ സദസ്സിലിരിക്കുന്ന പലർക്കും ആ വിഭാഗത്തിൽ പെടാൻ ഭാഗ്യമുള്ളവരാ. പക്ഷേ നമ്മൾ പോകുന്നില്ലല്ലോ, നമ്മൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ, നമ്മൾ പരിഗണിക്കുന്നവരില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ പരലോകത്ത് അതാ ശരീരം മറച്ചുകൊണ്ട് കടന്നു വരുന്ന വിഭാഗമാരാ? റസൂലല്ലാഹ്, അവരാരെന്നറിയുമോ? അവരാരെന്നറിയുമോ? റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞല്ലോ, ഞാനും നിങ്ങളും ഈ ഇരിക്കുന്ന രാത്രി ഏതാണ്? ഈ മാസം ഏതാണ്? റജബുൻ ശഹ്റുല്ലാഹ്.
അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റജബ് എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ മാസമാണ്, ശഅബാൻ എന്ന് പറയുന്നത് എൻ്റെ മാസമാണ്, ശഅബാൻ എന്ന് പറയുന്നത് എൻ്റെ മാസമാണ്, എൻ്റെ മാസമെന്ന് പരിചയപ്പെടുത്തി. ശഅബാൻ എന്ന് പറയുന്ന മാസമുണ്ടല്ലോ, ഞാനും നിങ്ങളും പാഴാക്കി കളയുന്ന ഈ മാസമുണ്ടല്ലോ, ആരെങ്കിലും ഈ മാസത്തെ ആദരിച്ചാൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മാസമായ ശഅബാൻ, ഒരു വർഷക്കാലം നീ നിസ്കരിച്ചതും ഖുർആൻ ഓതിയതും സദഖ കൊടുത്തതും സ്വലാത്ത് പറഞ്ഞതും സർവ്വ നന്മകളും അല്ലാഹുവിന്റെ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന മാസമാണ് ശഅബാൻ. എന്തെങ്കിലും വേണ്ടേ സഹാബ? അല്ലാഹുവിന്റെ മുന്നിലേക്ക് ഒരു വർഷക്കാലത്തെ അമല് കൊണ്ടുപോകുമ്പോ ഈ വലതുഭാഗത്തിരിക്കണ മലക്ക് എഴുതി വെച്ചിരിക്കണ കിതാബിന്റെ അകത്ത് എന്തെങ്കിലും ഒന്ന് വേണ്ടേ സഹാബ? പാപ്പാ, ഞാൻ നിന്നോടും എന്നോടും ചോദിക്കുകയാ, അള്ളാഹുവിന്റെ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോ ഇടതുഭാഗത്തെ കിതാബ് മാത്രം നിറഞ്ഞാ പോരാ, വലതിനകത്ത് എന്തെങ്കിലും ഒന്ന് വേണ്ടേ? വലതുഭാഗത്തിരിക്കുന്ന ആ മലക്കെഴുതി വെക്കുന്ന കിതാബിന്റെ അകത്ത് എന്തെങ്കിലും ഒരു നന്മ വേണ്ടേ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ മുന്നിലേക്ക് നന്മകൾ കൊണ്ടുപോകുന്ന, എൻ്റെ അമലുകൾ കൊണ്ടുപോകുന്ന മാസമാണ് ശഅബാൻ. അതുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ കാണിക്കയായി വെക്കാൻ എന്തെങ്കിലും ഒരു നന്മ വേണം. അതിനു വേണ്ടിയാ ഞാൻ ഇങ്ങനെ നിസ്കരിക്കുന്നേ, ഞാൻ അതിനു വേണ്ടിയാ നോമ്പ് പിടിക്കുന്നേ. രണ്ടാമതായിട്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എല്ലാവരും മറക്കുന്ന മാസം ശഅബാൻ എന്ന് പറയുന്ന മാസം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ ശഅബാൻ എന്ന് പറയുന്ന മാസമുണ്ടല്ലോ, ജനങ്ങൾ അശ്രദ്ധമായി കളയുന്ന മാസമാ, നിസ്സാരമായി കളയുന്ന മാസമാ, മറന്നു പോകുന്ന മാസമാ. അതുകൊണ്ട് എല്ലാവരും മറക്കുന്ന മാസത്തെ ഓർക്കാനാണ് സഹാബാ. എത്ര സത്യമാണടാ ചെറുപ്പക്കാരാ, ഇത് ശഅബാൻ മാസമാണെന്ന് എനിക്കോ നിങ്ങൾക്കോ ഓർമ്മയുണ്ടോ? പടച്ചവനെ, വോട്ട് പിടിച്ച നാട് മുഴുവനും നടക്കുകയാണ്, എല്ലാവരും ഇലക്ഷന്റെ പ്രചരണത്തിലാണ്. വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എത്ര പേരാ നിസ്കരിക്കുന്നത്, എത്ര പേരാ ഖുർആൻ ഓതുന്നത്, എത്ര പേരാ ദിക്റുകൾ പറയുന്നത്, എത്ര പേരാ ദുആ ചെയ്യുന്നത്, എത്ര പേരാ തൗബ ചെയ്യുന്നത്? ഒരുത്തനും സമയമില്ലല്ലോ. എല്ലാവരും ഈ മാസത്തിൽ ഇങ്ങനെ ദുനിയാവിന്റെ പുറകിലാ. എല്ലാവരും പടച്ചവനെ അവന്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനുള്ള പരക്കമ്പാച്ചില് എല്ലാവരും ഓടി നടക്കുമ്പോ എന്റെ മുന്നിലിരിക്കുന്നവരോട് എനിക്ക് പറയാറുള്ളത്, ഇലക്ഷനിൽ ആരെങ്കിലും ജയിക്കും, അല്ലാഹു ഉദ്ദേശിച്ചവൻ ജയിക്കും. അധികാരം കൊടുക്കുന്നത് പടച്ചറപ്പാ, ഞാനോ നിങ്ങളോ അല്ല. അധികാരം കൊടുക്കുന്നത് അല്ലാഹുവാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ആരുടെ കയ്യിലാണ് അധികാരമെന്നറിയുമോ? തുത്തിൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാ പറയുന്നത്, അധികാരമിരിക്കുന്നത് എൻ്റെ കയ്യിലാണ്, അധികാരമിരിക്കുന്നത് എൻ്റെ കയ്യിലാണ്. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് പടച്ചറപ്പ് അധികാരം കൊടുക്കും. ഒന്നുകിൽ അധികാരം കൊണ്ടവൻ രക്ഷപ്പെടും, അല്ലെങ്കിൽ അധികാരം കൊണ്ടവൻ നാണം കെടുമെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ. ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരോ ജയിക്കട്ടെ ആരോ തോക്കട്ടെ, എനിക്കത് വിഷയമല്ല. ഞാനും നിങ്ങളും തോറ്റുപോകരുത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? തോക്കാൻ പാടില്ല. നമ്മൾ എവിടാ വിജയിക്കണ്ടേ? ഞാനും നിങ്ങളും വിജയിക്കേണ്ടത് എവിടാ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, കുല്ലു നഫ്സിൻ ദായികത്തുൽ മൗത്ത് വ ഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ.
ഫമൻ സുഹ്സിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, വിജയിക്കേണ്ടത് എപ്പോഴെന്നറിയുമോ? ആരാണ് വിജയിച്ചവനെന്നറിയുമോ? എടാ, നിന്റെ തൊണ്ടക്കുടിയിൽ നിന്ന് മലക്കുൽ മൗത്ത് അസ്റായിൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, ആ റൂഹ് നിന്റെ തൊണ്ടക്കുടിയിൽ നിന്ന് ആ മലക്ക് റൂഹ് വലിച്ചെടുക്കുമ്പോ അല്ലാഹു തന്ന നാവ് കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം പറഞ്ഞ ഏത് ഉറക്കത്തിൽ ചോദിച്ചാൽ ചാടി എഴുന്നേറ്റ് പറയാനറിയുന്ന ഒരു ദിക്റുണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ ദിക്ർ ഒരു വട്ടം പറഞ്ഞിട്ട് നീ കണ്ണടച്ചാ നീ രക്ഷപ്പെട്ടടാ, ഇല്ലെങ്കിൽ നീ തോറ്റുപോയെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു വിജയിച്ചവരെ നമ്മളെ പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഏത് മുതുകുടിയനും അറിയാം, ഏത് മുതുകുടിയനും അറിയാം. മുസ്ലിം ആയാ മതി, ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാവർക്കും അറിയാം. എത്രയോ പ്രാവശ്യം ഞാനും നിങ്ങളും പറയുന്നുണ്ട്. ഏത് ഉറക്കത്തിൽ പോയി വിളിച്ചിട്ട് ഫാത്തിഹ ഓതറാന്ന് പറഞ്ഞാൽ തെറ്റും, എന്നാ പറയടാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അപ്പൊ പറഞ്ഞു തരും. എന്നാൽ ഇത്രയും പരിചയമുള്ള ഈ ദിക്ർ ഈ തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് പിടിക്കുന്ന അവസാന സമയം പറയണം. നിസ്കരിച്ചാൽ അല്ലാഹ് പറഞ്ഞു സ്വർഗം തരാം, നോമ്പ് പിടിച്ചാൽ സ്വർഗം തരാം, സദക്ക കൊടുത്താൽ സ്വർഗം തരാം, ഹജ്ജ് ചെയ്താൽ സ്വർഗം തരാം. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, അല്ലാഹു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇത് ചെയ്യ്, ഞാൻ സ്വർഗം തരാം. പക്ഷെ എങ്ങനെ? ഒരാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ കയറി കഴിഞ്ഞു. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു അപ്പൊ വിജയിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് തമാശയ്ക്ക് തള്ളിക്കളയേണ്ട മാസമല്ല. 17 ദിവസം കഴിഞ്ഞു, ശഅബാനിന്റെ 17 ദിവസം കഴിഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് സാധാരണ മാസമല്ല, ഇനിയും സമയമുണ്ട്. ഈ അവസാന സമയത്തെങ്കിലും നമുക്ക് ചാൻസ് ഉണ്ട്. ഈ മാസത്തെ സ്നേഹിക്ക്, ഈ മാസത്തെ ആദരിക്ക്, ഈ മാസത്തിൽ ഇബാദത്തുകൾ അധികമായി ചെയ്യ്. മറക്കണ്ടവൻ മറക്കട്ടെ, ഓർക്കണ്ടവൻ ഓർക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ സദസ്സിലിരിക്കുന്നവരിൽ കള്ളു കുടിക്കാത്തവർ കൈപൊക്കാൻ പറഞ്ഞാൽ എല്ലാവരും പൊക്കും. വ്യഭിചരിക്കാത്തവരില്ലേ, നമുക്ക് കള്ളു കുടിക്കാൻ പേടിയാ. ബിയറാകട്ടെ അല്ലെങ്കിൽ ക്വാർട്ടറാകട്ടെ കള്ളു കൊണ്ടുവന്നിട്ട് കുടിക്കാൻ പറഞ്ഞാൽ പറയും കുടിക്കൂല. കാരണം എന്തേ? സലാസത്തുൻ ലാ യദ്ഖുലൂനൽ ജന്ന. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 3 പേര് സ്വർഗ്ഗത്തിൽ കടക്കൂല, ആര് കടന്നാലും കടക്കൂല. അതിലെ ഒരു വിഭാഗം കള്ളു കുടിച്ചവന്. അതുകൊണ്ട് ഞാൻ കുടിക്കൂല. എടാ, ഒരു സുന്ദരിയായ പെണ്ണ് വന്നിട്ട് പറയുന്നു, വാ, ആരും കാണൂല, ഞാൻ എൻ്റെ ശരീരം തരാൻ പാടാ, എൻ്റെ വീട്ടിൽ പാടാ, ആരും കാണൂലടാ. വരൂല. വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിഷ. വൻ പാവമാ, എനിക്ക് പേടിയാ, ഞാൻ ചെയ്യൂല. എടാ വാടാ, വ്യഭിചരിക്കാം, വിളിച്ചു പോകുന്നില്ല. വാടാ, അത് സുജൂദ് ചെയ്യാം, വാ, വിഗ്രഹങ്ങൾ ആരാധിക്കാൻ അമ്പലത്തിൽ പോകാൻ പാടാ, ഞാൻ വരൂല, ശിർക്കാണ്, പേടിയാ. അല്ല എല്ലാ പാപവും പൊറുക്കും, ശിർക്ക് അല്ലാഹു പൊറുക്കൂല. വാടാ, പലിശ വായിക്കാടാ, നിനക്ക് ഇഷ്ടം പോലെ പൈസ പലിശയ്ക്ക് ഞാൻ മേടിച്ചു തരാം, ഇങ്ങോട്ട് താ, ഒരു 50,000 താ, 1 ലക്ഷം താ, നിനക്ക് ഞാൻ പലിശയ്ക്ക് ഇഷ്ടം പോലെ പൈസ വാങ്ങിത്തരാം. വേണ്ടടാ, 1 രൂപ കഴിക്കുന്നത് ഉമ്മാനെ 32 പ്രാവശ്യം വ്യഭിചരിക്കുന്നതിനേക്കാളും പാവമാ. അതുകൊണ്ട് പലിശ എനിക്ക് വേണ്ട. കള്ളുകുടിക്കാൻ പേടി, വ്യഭിചരിക്കാൻ പേടി, പലിശ തിന്നാൻ പേടി, ശിർക്ക് ചെയ്യാൻ പേടി. ഈ പേടിയുള്ള ഞാനും നിങ്ങളും എത്രയോ പാവങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം പാപമാണെന്ന്. ഈ ഇരിക്കണ എല്ലാവർക്കും അറിയാം ഞാൻ ചെയ്യുന്നത് പാപമാണെന്ന്. പക്ഷേ ഒരു പേടിയുമില്ല. കള്ളുകുടിക്കാനും വ്യഭിചരിക്കാനും പേടിക്കുന്ന നീ ഈ പറയുന്ന പാപങ്ങൾ ചെയ്യാം, നിനക്ക് യാതൊരു പേടിയുമില്ല. നിനക്ക് തന്നെ അറിയാം ഇത് പാപമാണെന്ന്. എന്നിട്ട് നീ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ചില പാപങ്ങളുണ്ട്. അല്ലാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു കാക്കുമാറാകട്ടെ. എല്ലാവർക്കും അറിയാം ചെയ്യുന്നത് പാപമാണെന്ന്. നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ ചെയ്യുന്നത് പാപമാ. പക്ഷേ പാപമാണെന്ന് അറിഞ്ഞിട്ടും ചെയ്യുന്നു, അതിന് വേറെ ശിക്ഷയാ. അറിയാതെ ചെയ്യുന്നത് വേറെ, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് വേറെ. പാപമാണെന്ന് അറിഞ്ഞിട്ടും ഞാനും നിങ്ങളും ചെയ്യുന്ന ചില പാപങ്ങളുണ്ട്. ആ പാപങ്ങൾക്ക് അല്ലാഹു തരുന്ന ശിക്ഷ എന്താണ്, ആ പാപങ്ങൾ എന്താണ് പഠിക്കണം, ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒന്ന് ശ്രമിച്ചൂടെ പറ, ഒരു ഇൻഷാ അല്ലാഹ് പറ.
പറ, ഇൻഷാ അല്ലാഹ് പറ. ഞാൻ പറഞ്ഞത് നമുക്ക് വലിയ നാളെ ഏപ്രിൽ 1 അല്ലേപ്പാ, നാളെ ഏപ്രിൽ 1 രാവിലെ എഴുന്നേറ്റിട്ട് പള്ളിക്ക് തീ പിടിച്ചടാ ചുമ്മാതെ. ഏപ്രിൽ ഫുൾ. അബൂബക്കർ മരിച്ചു പോയടാ, സിറാജ് മരിച്ചു അല്ലേ? ഏപ്രിൽ ഫുൾ കള്ളം പറയുന്ന ദിനം. കള്ളം പറയുന്ന ദിനം. നാളെ രാവിലത്തേക്കുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ മൊബൈലിൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്ക്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ഒരു ഉമ്മ ഒരു മോനെ വിളിച്ചു. നീ വാ മോനെ, നീ വാടാ മോനെ, ഒരു സാധനം തരാം വാടാ. ഉമ്മ വിളിച്ചു, വാ മോനെ ഒരു സാധനം തരാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉമ്മാനോട് ചോദിച്ചു, എന്ത് കൊടുക്കാനാ വിളിച്ചത്? ഒരു ഈത്തപ്പഴം കൊടുക്കാൻ നബിയെ, അത്രയേ ഉള്ളൂ, ഒന്നുമില്ല. കേറി വന്നാൽ ഒരു ഈത്തപ്പഴം കൊടുക്കാൻ വേണ്ടിയാ വിളിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളൊന്നും കൊടുത്തില്ലെങ്കിൽ കള്ളം പറഞ്ഞ പാപം മലക്കുകൾ എഴുതി വെക്കുമെന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മള് വീടിന്റെ പുറത്തിരുന്നിട്ട് വിളിക്കും, വാടാ മോനെ മുട്ടായി മേടിച്ചു തരാടാ, മൊബൈല് തരാമടാ, ഗെയിം കളിക്കാൻ തരാടാ. ഉമ്മമാര് കൊച്ചു കുഞ്ഞിനെ എടുത്ത് വായിൽ ചോറ് വാരി കൊടുക്കുമ്പോ ആകാശത്ത് കാണുന്ന അമ്പിളി അമ്മാവൻ ഇപ്പൊ പിടിച്ചു തരാന്നാ പറയണേ. കിയാമെന്നത് വരെ പിടിച്ചു കൊടുക്കോ ഇതള്ള? ആലോചിക്ക്, ആകാശത്ത് കാണുന്ന അമ്പിളി അമ്മാവനെ പിടിച്ചിട്ട് പറയും ഇപ്പം ചെയ്ത്താനെ കാണിച്ചു തരാന്നാ പറയണേ. വാ മോനെ ചോറുണ്ണടാ, കേറടാ. കള്ളം പറയുന്നവരാ നമ്മള്. എടാ പടച്ചവനെ, വീട്ടിൽ വാപ്പാടെ ഫോൺ അടിച്ചു, ഹയാത്തിലിരിക്ക, മോന്റെ അടുത്ത് പറയാ ഉറങ്ങുമെന്ന് പറഞ്ഞേക്കാൻ. ആര്? വാപ്പാ. വീട്ടിലാരെങ്കിലും പള്ളിയിൽ നിന്ന് വല്ല പിരിവിനും വന്ന അകത്തിരുന്നിട്ട് പറയും വാപ്പ ഇല്ലെന്ന് പറഞ്ഞേക്കാൻ. മക്കളെ കള്ളം പറയാൻ. നിങ്ങൾ ചിന്തിക്ക്, എന്തേ അല്ല തരുന്ന ശിക്ഷ. കള്ളം പറയുന്നവൻ നാളെ പന്നിയുടെ കോലത്തിലാ പരലോകത്ത് വരുന്നത്. അള്ളാഹു കാക്കുമാറാകട്ടെ. ഏത് കോലത്തില് പറ? ഏത് കോലത്തില്? കള്ളു കുടിച്ചവനല്ല, പന്നിയുടെ രൂപത്തിൽ വരുന്ന ആളെ പരലോകത്ത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് പാപമാണെന്നറിയില്ലേ? കള്ളം പറയുന്നത് പാപമാണെന്ന് എനിക്ക് നിങ്ങൾക്കും അറിയാം. ചെയ്യണില്ലേ? ഒരു പേടിയുമില്ല എനിക്ക് നിങ്ങൾക്കും. ഇന്നത്തെ ദിവസം എത്ര എണ്ണം പറഞ്ഞിട്ടുണ്ടാവും? ഏറ്റവും കുറഞ്ഞത് മാക്സിമം ഒരു 10 എണ്ണമെങ്കിലും. അള്ളാഹു പുറത്തേരുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു പുറത്തേരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഞാനൊരു 5 എണ്ണം എണ്ണി പറഞ്ഞു തരാം. നമ്മളെല്ലാവരും അറിഞ്ഞുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വലിയ പാപങ്ങളെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എഴുന്നേക്ക് ഇൻഷാ അല്ലാഹ്. സ്റ്റേജിൽ ഇരിക്കുന്നവരും എഴുന്നേറ്റോ ഇൻഷാ അല്ലാഹ്. എല്ലാവരും എഴുന്നേക്കണം. നേരത്തെ എഴുന്നേക്കണ്ട. അൽഹംദുലില്ലാ. എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ. അതോ സുഖമാണോ? സുഖമാണോ? ഒരാള് സുഖമാണോ എന്ന് ചോദിക്കുമ്പോ എന്തേ പറയണ്ടേ? സുഖമാണെന്ന് അല്ലേ? അങ്ങനല്ലേ പറയണ്ടേ? പറയടോ. ഒരു ഉറപ്പില്ല. സിറാത്ത് പാലം പോലെ ആടിക്കൊണ്ട് നിൽക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിലിരിക്കുമ്പോൾ ഒരു സഹാബി കയറി വന്നു. ചെറുപ്പക്കാരൻ, യാ ഫുലാൻ, മോനെ എന്തുണ്ടടാ വിശേഷം? പള്ളിയിലെ ഖതീബ് ചോദിക്കൂല എന്തുണ്ട് വിശേഷം? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അൽഹംദുലില്ലാ, സുഖമാണ് നബിയെ. അള്ളാഹുവേ നീ ഇവന് ബർക്കത്ത് ചെയ്യണേ അല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു. രണ്ടാമതൊരു ചങ്ങാതി കയറി വന്നു. എങ്ങനെയുണ്ടടാ മോനെ, സുഖമാണോ? സുഖമാണ് നബിയെ. ദുആ ചെയ്തില്ല. അപ്പൊ ദുആ ചെയ്തില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, സുഖമാണോ എന്ന് ചോദിച്ചാൽ എന്തു പറയണം? അൽഹംദുലില്ലാ, സുഖം. ആ അൽഹംദുലില്ലയ്ക്ക് വല്ലാത്ത പ്രതിഫലമാ. അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ ആരെങ്കിലും ഇരിക്കണ ഒരു കസേര തരുമോ? സംഘാടകരാരെങ്കിലും ഈ ആ കസേര ഇതാപ്പ, ഈ കസേര അങ്ങ് എടുത്തോപ്പ. ഇതിരുന്നിട്ട് വേന എടുക്കണം. തടിയുടെ മുകളിൽ ഇരിക്കണവരുണ്ട്. അപ്പൊ അൽഹംദുലില്ലാ, എല്ലാരും ഇരിക്കാനല്ല, നിന്നില്ലേ? നിങ്ങളൊക്കെ നിങ്ങളുടെ കാലി നോക്കിക്കേ. എന്റെ എല്ലാ മനുഷ്യൻ നിങ്ങളുടെ കാലി നോക്ക്. ചെരുപ്പുണ്ടോ? ഉണ്ടോ? ചെരുപ്പിലല്ല. നിങ്ങൾ ഉടുത്തിരിക്കുന്ന, നിങ്ങൾ ധരിച്ചിരിക്കുന്ന പാന്റിന്റെയും മുണ്ടിന്റെ, പാന്റാകട്ടെ മുണ്ടാകട്ടെ, ഇത് ഞെരിയാണിക്ക് താഴെ കിടക്കുന്നുണ്ടോ നോക്കിക്കേ. ഒരാളുടെ വസ്ത്രം ഞെരിയാണിക്ക് താഴെ ഇടുന്നത് പാപമാണോ അല്ലേ? ഉറക്കെ പറ. പാപമായില്ലേ? ഇരിക്കെ.
ഒരാളുടെ വസ്ത്രം ഞെരിയാണിക്ക് താഴെ കിടക്കുന്നത് പാപമാണെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. എന്നിട്ട് എന്തേ താഴെ ഇട്ടിരിക്കണേ? നമ്മൾ ഓരോരുത്തരും ധരിക്കുന്ന മുണ്ടാകട്ടെ പാൻ്റാകട്ടെ ഞെരിയാണിക്ക് താഴെ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കുന്നത് പാപമാണെന്ന് മദ്രസയിൽ 2ാം ക്ലാസ്സിൽ പഠിച്ചതാ. കള്ളു കുടിക്കാൻ പേടിക്കണ വാപ്പ റോഡ് തൂത്തുകൊണ്ട് നടക്കാം മുണ്ടിട്ട്. ഇങ്ങനെ പള്ളിക്കകത്തൂടെ ഒന്ന് നടത്തിയാൽ മതി, ഈ റോഡിലൂടെ നടത്തിയാൽ മതി. പാപമാണെന്നറിയാം, എന്നിട്ടും ചെയ്യുന്നു. അതിനർത്ഥം ഇത് ചെയ്തതിൻ്റെ പേര് നരകത്തിലൊന്നും പോവില്ലടാ. ഒരു മുണ്ട് ഞെരിയാണിക്ക് താഴെ ഇട്ടതിൻ്റെ പേര് നരകത്തിൽ വിടുവല്ല. അത് ഈ കള്ളുകുടിയനും പലിശക്കാരനൊക്കെ ഉള്ളതല്ലേ? അത് കള്ളുകുടിയനും പലിശക്കാരനൊക്കെ ഉള്ളതല്ലേ? ഞെരിയാണിക്ക് താഴെ വസ്ത്രം ഇട്ടുകൊണ്ട് നടന്ന നമ്മളല്ല ഇപ്പൊ നരകത്തിൽ പിടിച്ചിടുവോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ആ പാപത്തിന്റെ വിലയറിയാഞ്ഞിട്ടാണ്. ആ തെറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന ശിക്ഷ എന്താണെന്ന് നിനക്കറിയാഞ്ഞിട്ടാ. അറിഞ്ഞിരുന്നെങ്കിൽ നീ എങ്ങനെ നടക്കില്ലായിരുന്നോ എന്റെ പ്രിയപ്പെട്ടവരെ? എങ്കിൽ അള്ളാഹു തരുന്ന ശിക്ഷ എന്താണ്? ഞെരിയാണിക്ക് താഴെ പാൻഡിട്ടുകൊണ്ട് നടക്കുന്നവന്, ഞെരിയാണിക്ക് താഴെ മുണ്ടിട്ടുകൊണ്ട് നടക്കുന്നവര്, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, പഠിച്ചവനെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, ഞെരിയാണിക്ക് താഴെയല്ല റോഡിലൂടെ ഫർദ ഇങ്ങനെ വലിച്ചുകൊണ്ട് നടക്കുകയാ. പട്ടി നടക്കുന്ന വഴി കണ്ടിട്ടുണ്ടോ? പടച്ചവനെ, അള്ളാഹു തരുന്ന ശിക്ഷ എന്താണെന്നറിയുമോ ചെറുപ്പക്കാരാ? ഈ പാൻഡിട്ട് കൊണ്ടല്ലേടാ മൂത്രപ്പരയിൽ പോകുന്നത്. നീ എന്തേ ശ്രദ്ധിക്കാത്തത്? അത് വിട്ടുകൊണ്ടല്ലേ പള്ളിക്കകത്ത് കയറുന്നത്? എങ്കിൽ അള്ളാഹു തരുന്ന ശിക്ഷ എന്തെന്നറിയുമോ? അല്ലാഹുവേ, മസ്ജിദുൻ നബവിയിലെ മദീനത്തു പച്ചക്കുപ്പയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തൊരു സഹാബി കിടക്കുന്നുണ്ട്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തരികയാ, എന്റെ പ്രിയപ്പെട്ടവര്, ആ ഉമർ തങ്ങൾ പള്ളിയിലെ സുബഹി നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അബൂ ലുഅ്ലുഅ എന്ന് പറയുന്ന മജൂസിയായ ഒരു മനുഷ്യനുണ്ടല്ലോ, ഒരു കടാരയുമായി പള്ളിക്കകത്ത് കടന്നു വന്നിട്ട് ഉമർ തങ്ങളുടെ അടിവയറ്റിലേക്ക് അവിടന്ന് കുത്തിയങ്ങ് കേറ്റുകയാ. ഉമർ തങ്ങൾ പടച്ചവനെ പിടഞ്ഞ് താഴെ വീഴുകയാണ്. ഉമർ തങ്ങൾ പടച്ചവരെ വായിലൊടിച്ചു കൊടുക്കുന്ന വെള്ളം തന്റെ വയറിലൂടെ വെളിയിലേക്ക് പോകുകയാണ്. ഇതുപോലെ മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുന്ന സമയത്ത് സ്വഹാബികൾ ഉമർ തങ്ങളുടെ ചാരത്ത് വരുന്നുണ്ട്. അവിടുന്ന് സമാധാനിപ്പിക്കുന്നുണ്ട്, അവിടുന്ന് ഉപദേശങ്ങൾ കേൾക്കുന്നുണ്ട്, അവിടുന്ന് ദുആ ചെയ്യുന്നുണ്ട്. അങ്ങനെ പടച്ചവനെ പലരും വന്നു പോകുന്നുണ്ട്. ആ സമയത്താണ് ഒരു ചെറുപ്പക്കാരൻ കടന്നു വരുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്ത് ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നിട്ട് അവിടുന്ന് പറയുന്നു, യാ അമീറൽ മുഅ്മിനീൻ. ഉമർ തങ്ങളുടെ ചാരത്ത് കടന്നു വരികയാ. എന്നിട്ട് ചോദിക്കുകയാ, ഉമറേ, എന്തിനാ പേടിക്കുന്നത്? എന്തിനാ പ്രയാസപ്പെടുന്നത്? നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാനാ ഉമറേ. നിങ്ങൾ ആരായിരുന്നു? അല്ലാഹുവിന്റെ പ്രവാചകന്റെ തലയെടുക്കാൻ പോയ മനുഷ്യനായിരുന്നില്ലേ? അല്ലാഹുവേ, ആ ചെറുപ്പക്കാരൻ ഓർമ്മപ്പെടുത്തുകയാ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ തലവെട്ടാൻ പോയവരാണ്. നിങ്ങൾക്ക് അല്ലാഹു ഹിദായത്ത് നൽകിയില്ലേ? റസൂലുള്ളാഹിയുടെ കയ്യിൽ പിടിച്ചില്ലേ? മുത്തുനബി അല്ലേ ഷഹാദത്ത് കലിമ പറഞ്ഞു തന്നത്? പ്രവാചകൻ ഇഷ്ടപ്പെട്ട സ്വഹാബിയായിരുന്നല്ലോ. നിങ്ങൾ ഒരുപാട് യുദ്ധങ്ങളിൽ പങ്കെടുത്തല്ലോ. നിങ്ങൾ പടച്ചവര് ഇസ്ലാമിന്റെ 2ാമത്തെ ഖലീഫയായല്ലോ. അതുമാത്രമല്ല, ലോകത്ത് ഒരു മനുഷ്യനും കിട്ടാത്ത ഒരു ഭാഗ്യം അല്ലാഹു നിങ്ങൾക്ക് നൽകിയല്ലോ. നിങ്ങൾ എപ്പോഴും ദുആ ചെയ്യുമായിരുന്നല്ലോ, ഷഹീദായി മരിക്കണമല്ലോ ബിബലദി നബിക
അല്ലാഹുവിന്റെ പ്രവാചകന്റെ നാടായ മദീനയിൽ കിടന്ന് ശഹീദാകണമെന്ന് നിങ്ങൾ ദുആ ചെയ്യുമായിരുന്നല്ലോ. ഈ യുദ്ധം ഹറാമാക്കിയ ഈ മദീനയിൽ നിങ്ങൾക്ക് ശഹീദായി മരിക്കാൻ കഴിഞ്ഞില്ലേ? അതല്ല നിങ്ങൾക്ക് തന്ന ഒരു ഭാഗ്യമല്ലേ? അതല്ല നിങ്ങൾക്ക് തന്ന ഒരു ഭാഗ്യമല്ലേ? ഉമർ കരയുകയാ, ഉമർ കരയുകയാ, സന്തോഷം കാരണം കരയുകയാ. എന്നിട്ട് പടച്ചവര് ഇതെല്ലാം പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാരനെ വിടന്ന് സലാം പറഞ്ഞ് പിരിയുകയാണ്. സലാം പറഞ്ഞ് തിരിച്ചങ്ങോട്ട് നടക്കുമ്പോ ഉമർ ഒരു കാഴ്ച കാണുകയാ. ഉമർ ഒരു കാഴ്ച കാണുകയാ. ഉടനെ വിളിക്കുന്നു, യാ ബുനയ്യാ, ഏ പൊന്നുമോനെ, ഏ പൊന്നുമോനെ, ഒന്ന് നിൽക്കടാ പൊന്നുമോന്, ഒന്നടുത്തേക്ക് വാ പൊന്നുമോന്. ഉമർ തങ്ങളാ ചെറുപ്പക്കാരനെ വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞതെന്തെന്നറിയുമോ? മോനെ, നിന്റെ വസ്ത്രം നെരിയാണിക്ക് താഴെ കിടക്കുകയാ. അതല്ലാഹുവിന് വെറുപ്പുള്ള കാര്യമാ, അതല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാ. നെരിയാണിക്ക് താഴെ വസ്ത്രമിട്ടുകൊണ്ട് നടക്കുന്നവര് അതല്ലാഹുവിന് വെറുപ്പാടാ. നിന്നെ അല്ലാഹുവിന് ഇഷ്ടമല്ല. നീ അല്ലാഹുവിന്റെ ശാപം കിട്ടിയവനാ, അല്ലാഹുവിന്റെ കോപം കിട്ടിയവനാണ്. നെരിയാണിക്ക് താഴെ വസ്ത്രമിട്ടുകൊണ്ട് നടക്കുന്നവൻ അവൻ അല്ലാഹു വെറുത്തവനാണ്. അല്ല വെറുത്തവനെ അങ്ങനെ നടക്കൂ, അല്ല ഇഷ്ടപ്പെടാത്തവനെ അങ്ങനെ നടക്കൂ. അല്ലാഹുവിന്റെ കോപം കിട്ടിയവനെ നെരിയാണിക്ക് താഴെ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കൂ. ഇതല്ല തരുന്ന ഒന്നാമത്തെ ശിക്ഷ. മുണ്ട് താഴെയിടുന്നവൻ, പാന്റ് താഴെയിടുന്നവൻ, അവൻ അല്ല കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ. അവൻ അല്ല വെറുത്തവനാ, അല്ലാഹുവിന്റെ കോപം കിട്ടിയവനാ. രണ്ട്, ഉമർ തങ്ങൾ പറയുകയാ, നാളെ പടച്ചറപ്പിന്റെ പരലോകമുണ്ടല്ലോ, അല്ലാഹുവിന്റെ കോടതിയുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പോയി നിൽക്കേണ്ടവരാണല്ലോ. ആ പടച്ചവന്റെ കോടതിയില് നിന്നെ 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ച നിന്റെ പ്രിയപ്പെട്ട ഉമ്മയെങ്ങാണം നിന്നെ കണ്ട, എന്റെ ഉമ്മയെങ്ങാണം എന്നെ വല്ലാതെ സ്നേഹിക്കുന്ന എന്റെ ഉമ്മയുണ്ടല്ലോ, നാളെ പരലോകത്ത് വെച്ച് എന്നെ കണ്ടാ തിരിഞ്ഞു നോക്കൂല. എന്റെ പ്രിയപ്പെട്ട വാപ്പയുണ്ടല്ലോ, എന്നെ കണ്ട പരിചയം കാണിക്കൂല. എന്റെ കൂടെ കിടക്കുന്ന ഭാര്യയുണ്ടല്ലോ, എന്റെ രക്തത്തിൽ പിറന്ന എന്റെ മക്കളുണ്ടല്ലോ, നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് വെച്ച് ഒരാളും നമ്മുടെ കൂടെ കാണൂല. ഞാൻ പറഞ്ഞതല്ല. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി. ഒരാളും തിരിഞ്ഞു നോക്കൂല വാപ്പാ. നിന്റെ മകൻ അല്ലാഹുവോട് പറയുകയാ, ഫകശഫിനാ അൻക ഇതാഅക ഫബസറുക അൽയൗമ ഹദീദ്. നരകത്തെ കൊണ്ടുവരുന്നത് കാണുമ്പോ മക്കൾ അല്ലാഹുവോട് പറയുകയാ, വാപ്പയുടെ നന്മയെടുത്ത് എനിക്കിതാ, എന്റെ പാപം വാപ്പാടെ തലയിൽ കെട്ടിവെക്ക്, ഇവനെ നരകത്തിലെറി, എനിക്ക് സ്വർഗം തരണേ അല്ലാ എന്ന് നമ്മുടെ മക്കള് പറയുകയാണ്. അതാ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നൊന്ത് പ്രസവിച്ച ഉമ്മ, 9.5 മാസക്കാലം ഗർഭം ചുമന്ന പെങ്ങള്, സ്വന്തം ആരോഗ്യം നോക്കാതെ പാല് കൊടുത്ത ഉമ്മ, നെഞ്ചത്ത് കിടത്തി ഉറക്കിയ ഉമ്മ, നിന്റെ മക്കള് ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് കാല് പൊള്ളുമ്പോ അല്ലാഹുവിനോട് പറയുകയാണ്, കാല് പൊള്ളുന്നു റബ്ബേ, സഹിക്കാൻ കഴിയുന്നില്ല റബ്ബേ, എന്റെ ഉമ്മാനെ ഒന്ന് മലത്തിക്കടത്തുനാഥാ, എഴുന്നേറ്റ് നിൽക്കട്ടെ, എന്റെ ഉമ്മയുടെ നെഞ്ചത്ത് ഞാനൊന്ന് നിൽക്കാമല്ലോ എന്നും നമ്മുടെ മക്കള് പറയുന്ന ദിവസമുണ്ടല്ലോ. അന്നാരാ സഹായിക്കാനാരാ? എല്ലാവരും പേടിയിലോ, എല്ലാവരും ഭയത്തിലോ. ആദം നബിയുണ്ടല്ലോ, നൂഹ് നബിയുണ്ടല്ലോ, മൂസാ നബിയുണ്ടല്ലോ,
ഇബ്രാഹിം നബി ഉണ്ടല്ലോ, സുലൈമാൻ നബി ഉണ്ടല്ലോ, യാക്കൂബ് നബി ഉണ്ടല്ലോ, ഹാറൂൻ നബി ഉണ്ടല്ലോ, യൂനുസ് നബി ഉണ്ടല്ലോ, സക്കരിയ നബി ഉണ്ടല്ലോ, ഈസാ നബി ഉണ്ടല്ലോ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള പ്രവാചകന്മാര് മുഴുവനും അവരവരുടെ കാര്യമോർത്ത് നഫ്സി 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 നഫ്സിയാ, എല്ലാവരും അവരവരുടെ കാര്യം നോക്കുന്ന ദിനത്തില് നിനക്ക് സ്വർഗം വേണമെങ്കിൽ, നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ ലാ യദ്ഖുലൂനൽ ജന്ന ഇല്ലാ ബിറഹ്മത്തില്ലാ, അല്ലാഹ് കരുണ ചെയ്തവർക്കല്ലാതെ രക്ഷയില്ലെന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. എടാ, നിന്നെ സഹായിക്കാൻ അല്ലാഹയല്ലേ ഉള്ളൂ, നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അല്ലാഹയല്ലേ ഉള്ളൂ. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഉമർ തങ്ങൾ പറയുകയാ, ഞെരിയാണിക്ക് താഴെ പാൻഡിട്ടുകൊണ്ട് നടന്ന ചെറുപ്പക്കാരാ, അല്ലാഹ് നിന്നെ നോക്കത്തത് പോലുമില്ലടാ, അല്ലാഹു നിന്റെ മുഖത്ത് പോലും നോക്കൂല, അല്ലാഹുവിന്റെ കരുണ നിനക്ക് ലഭിക്കൂല. പടച്ചവൻ നിന്നെ അവിടെ വെച്ച് പിടിക്കുകയാ. അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കാത്തവനാണ് വസ്ത്രം വലിച്ചടച്ചുകൊണ്ട് നടക്കുന്നതെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഒന്ന് അല്ലാഹുവിന്റെ ശാപം കിട്ടിയവനാ ഇങ്ങനെ നടക്കുന്നത്.